ഞാനും എൻ്റെ വിശ്വവിഖ്യാതരായ കൂട്ടുകാരും കൂടി ചേർന്ന് ഇന്നൊരു അമ്പല ദർശനത്തിനാണ് പോകാൻ പോകുന്നത്. ഈ ഭക്തിസാന്ദ്രമായ യാത്രയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും അത് ആ കാണുന്ന ശകടത്തിലാണ് ഇന്നത്തെയും ഞങ്ങളുടെ യാത്ര. സമയം ഒട്ടും പാഴാക്കാനില്ലാത്തതുകൊണ്ട് നേരെ ലക്ഷ്യത്തിലേക്ക്. ക്ഷമിക്കണം സുഹൃത്തുക്കളെ, ഒരുപാട് നേരം എനിക്കിങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. സോ ബാക്ക് ടു നോർമൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രത്തിന്റെ പേരാണ് പാർത്ഥിപപുരം ശ്രീ പാർത്ഥസാരഥി. പോകുന്ന വഴിക്ക് വണ്ടിക്ക് ഇന്ധനം അടിക്കാനായി ഒരു പമ്പിലേക്ക് കയറ്റി. പിന്നെ വണ്ടിക്ക് മാത്രം പോരല്ലോ ഇന്ധനം. അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ലക്ഷ്യസ്ഥാനമാണ് ദൂരെ കാണുന്നത്. ഒരു മിനിറ്റ്, ഇപ്പൊ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്ര പരിസരം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ, എത്തിക്കഴിഞ്ഞിരിക്കുക. വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്തു. പാദരക്ഷകൾ ഉപേക്ഷിച്ച് ഞങ്ങൾ അമ്പലത്തിനുള്ളിലേക്ക്, ക്ഷേത്രത്തിന്റെ ഉള്ളിലോട്ട് കയറി. ഈ ക്ഷേത്ര പരിസരമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഉള്ള ആൾക്കാർ എന്തുമാത്രം വൃത്തിയായിട്ടാണ് ഈ ക്ഷേത്രം. ഈ കാണുന്ന പുള്ളി ഈ കോവിലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ മെയിനായിട്ട് പറഞ്ഞ കാര്യം, ഇവിടെ വന്ന് എന്ത് മനസ്സൊരുക്കി പ്രവർത്തിച്ചാലേ നടക്കുമെന്നാണ്. അതെനിക്കറിയാൻ പാടില്ല, പക്ഷെ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവായി പഠിക്കും, അത് ഉറപ്പാണ്. അമ്മാതിരി ഗംഭീര ആംബിയൻസ് ആണ്. പിന്നെ ശ്രീകോവിലിനകത്തോട്ട് ക്യാമറയ്ക്ക് പ്രവേശനമില്ല, അതുകൊണ്ട് പുറത്തുള്ള കാഴ്ചകൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റും. പിന്നെ ഒരു കാര്യം ഒരു പ്രാവശ്യം കൂടെ പറയാനുണ്ട്, ഈ അമ്പലവും പരിസരവും ഇങ്ങനെ വൃത്തിയാക്കി സൂക്ഷിക്കുന്ന ആരായാലും അവരെ വേണം ആദ്യം കൈയെടുത്ത് തൊഴാൻ. പിന്നെ ഈ കാഴ്ചയൊക്കെ കണ്ട അമ്പലത്തിന് ചുറ്റും നടന്ന് സമയം പോയതറിഞ്ഞില്ല. പകുതിക്ക് ഉപേക്ഷിച്ച പാദരക്ഷകളെ തിരിച്ച് കയറ്റിയിട്ട് കാറിലേക്ക് കയറി ഞങ്ങൾ ആ അമ്പലത്തിൻ്റെ ഒരു ടാറ്റയും വെച്ച് കൊടുത്ത് തിരിച്ച് വീട്ടിലേക്ക്. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കാണാടേ.